ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ. ദൈവത്തിൻ്റെ വചനം 115 സങ്കീർത്തനം അതിൻ്റെ 13-14 വാക്യം. അവൻ യഹോഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. 115 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന 2 വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 9-10 വാക്യമാണ്. ഇസ്രായേലെ യഹോവയിൽ ആശ്രയിക്കുക, അഹരോൻ ഗൃഹമേ യഹോവയിൽ ആശ്രയിക്കുക, യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിക്കുക. അപ്പോൾ നോക്കണം, 3 കൂട്ടരെ പേരെടുത്തു പറയുക. ഒന്ന്, ഇസ്രായേൽ മുഴുവനായി, എന്നുവെച്ചാൽ മുഴുവൻ ഇസ്രായേലും അതിനകത്ത് പെടും, മുഴുവൻ ജനങ്ങൾ. രണ്ടാമത് വന്നിരിക്കുന്നത് അഹരോൻ ഗൃഹം എന്ന് പറഞ്ഞാൽ പൗരോഹിത്യമാണ്. പൗരോഹിത്യം അല്ലെങ്കിൽ പുരോഹിതന്മാരായ ആളുകളെ നോക്കണം. അടുത്ത കാറ്റഗറിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് യഹോവ ഭക്തന്മാർ എന്ന് വെച്ചാൽ ഭൂമിയിലുള്ള സകല മനുഷ്യരും ആരൊക്കെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ ആരാധിക്കുന്നു, അവന് ഭക്തിയോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നു, അവരെ എല്ലാം കൂടെ ചേർത്ത് പറയുന്നതാണ് യഹോവ ഭക്തന്മാരെ എന്നുള്ള പദം. നോക്കണം, ഈ ആശ്രയിക്കുക എന്ന പദം 62 സങ്കീർത്തനത്തിനകത്ത് സ്തോത്രം, ദൈവം എൻ്റെ രക്ഷ, എൻ്റെ പാറ, എൻ്റെ ഗോപുരം, എൻ്റെ മഹിമ, എൻ്റെ സങ്കേതം. അപ്പോൾ നോക്കണം, ഇവിടെ എല്ലാം പ്രൈസ് ദി ലോർഡ്, ദൈവം മാത്രമാണ് രക്ഷ, ദൈവം മാത്രമാണ് എൻ്റെ പാറ, ദൈവം മാത്രമാണ് എൻ്റെ ഗോപുരം, ദൈവം മാത്രമാണ് എൻ്റെ മഹിമ, ദൈവം മാത്രമാണ് എൻ്റെ സങ്കേതം. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആശ്രയത്വത്തെ, ദൈവിക ആശ്രയത്തെ ഒറ്റ വാക്കുകൊണ്ട് 62 സങ്കീർത്തനക്കാരും ക്രോഡീകരിക്കുന്നത് ദൈവത്തെ മാത്രം ആശ്രയിക്കുന്നുവെന്ന്. അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരാളെ കൂടെ എന്നുള്ളത്. അപ്പോൾ ആശ്രയിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അടുത്ത 2 വാക്യങ്ങളിൽ കിടക്കുന്നത്. സ്തോത്രം. 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നതും 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നതും ആശ്രയിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. 3-ാമത് നമ്മൾ കാണുന്നത് സ്തോത്രം, അവിടെ തന്നെ കിടക്കുന്നത് സ്തോത്രം, ഹല്ലേലൂയ, അവരെ വർദ്ധിപ്പിക്കും. അപ്പോൾ അനുഗ്രഹിക്കുക, വർദ്ധിപ്പിക്കുക എന്നുള്ളത് ദൈവികമായ ഒരു കാഴ്ചപ്പാട്. മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം അവനെ അനുഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-28 വാക്യം നമ്മൾ വായിക്കുന്ന, ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി, സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികളുമേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. നോക്കണം, അവിടെ 28-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ദൈവം വരെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് സ്തോത്രം വർദ്ധനയ്ക്കായുള്ള ഒരു അനുഗ്രഹം അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം നോക്കണം, അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിക്കുന്ന ആ ഭാഗത്ത് പറയുന്നത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന് 16-ാമത്തെ വാക്യം, ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും, ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതി എണ്ണാം. അപ്പോൾ നോക്കണം, ദൈവം അവിടെയും ഒരു വർധനവിന് വേണ്ടിയുള്ള അനുഗ്രഹമാണ്. അപ്പോൾ അനുഗ്രഹത്തിനകത്ത് കിടക്കുന്ന വാക്കാണ് വർധനവ്. നമ്മൾ മുൻപോട്ട് വരുമ്പോൾ വേദപുസ്തകത്തിൻ്റെ ഏക വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വർദ്ധിപ്പിക്കുന്ന ദൈവം, പ്രൈസ്, ഉയർത്തുന്ന ദൈവം, പ്രൈസ് ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്ന ആളുകളെ, അല്ലെങ്കിൽ ദൈവം ഒരു മനുഷ്യനെ കണ്ടാൽ, ദൈവം ഒരു മനുഷ്യനെ സ്തോത്രം എടുത്താൽ, സ്തോത്രം അവനെ വർദ്ധിപ്പിക്കുക, ഉയർത്തുക എന്നുള്ളത് ദൈവിക കാഴ്ചപ്പാട്. പ്രൈസ് ലോർഡ്. നമുക്കറിയാം, മിസ്രൈമിൽ അല്ലെങ്കിൽ ജനം, ഫറവോൻ അവരെ പീഡിപ്പിക്കും തോറും ജനം വർദ്ധിച്ച് പെരുകിയെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ പീഡകൾ പോലും തൻ്റെ ഭക്തന്മാർക്ക് കുറവ് വരുത്തിയില്ല, അവർ വർധനയ്ക്കായിട്ട് അത് കാരണമായി തീർന്നു എന്ന.
സ്തോത്രം. പക്ഷേ ദൈവമക്കളുടെ വർധനവ് എപ്പോഴും പിശാചിന് സ്തോത്രം ഭയങ്കര വിഷമമാണ്. നമുക്കറിയാം, ഫറവോന്റെ അടുക്കലേക്ക് ആളുകൾ ചെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതാ ഒരു ജാതി സ്തോത്രം നമുക്ക് ചുറ്റും ചിതറിക്കിടപ്പുണ്ട്, അവർ ഓരോ ദിവസവും വർദ്ധിക്കുക, ആ വർധനവിനെ തടയണം. അതിനാണ് അവർക്ക് പീഡകൾ അഴിച്ചിട്ടത്. സ്തോത്രം. സൂതികർമ്മിണികളെ കൊണ്ടും ആ തലമുറയെ വെള്ളത്തിലെറിഞ്ഞ് കൊല്ലണമെന്നൊക്കെ പറഞ്ഞുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ വർധനയെ തടയാനാണ്. പക്ഷേ എത്ര വർധനവിനെ തടയാൻ ശ്രമിച്ചു, അത്രത്തോളം അവർ വർദ്ധിച്ചു പെരുകിയെന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ സാഹചര്യങ്ങളോ സ്തോത്രം കാര്യങ്ങളോ ഒന്നുമല്ല വർധനവിനെ സ്തോത്രം ഹല്ലേലൂയ കുറയ്ക്കുന്നതോ കൂട്ടുന്നതോ ഒന്നും. ദൈവം ഒരു മനുഷ്യന് സ്തോത്രം കണ്ട് അവനെ അനുഗ്രഹിക്കുന്നത് കൊണ്ട്. നമുക്കറിയാം, ഇസഹാക്ക് ക്ഷാമകാലത്ത് വിതച്ചത് സ്തോത്രം അവൻ്റെ കൊയ്ത്ത് 100 മേനി എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ക്ഷാമകാലം എന്നുള്ളത് ഒന്നുമല്ല വിഷയം. സ്തോത്രം. ദൈവഭക്തന്മാരെ ദൈവം വിളിച്ചിരിക്കുന്നത് വർധനവിന് വേണ്ടിയാണ്. അത് ഹല്ലേലൂയ സ്തോത്രം എല്ലാ മേഖലകളിലും അവൻ വർദ്ധിക്കും എന്നുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ നമ്മളിങ്ങനെ കാണുന്നത്, നിങ്ങളുടെ കൂടിവരവ് ആത്മീയ വർധനയ്ക്ക് കാരണമാകണമെന്നാണ്. അപ്പോൾ നോക്കണം, അവിടെയും നമ്മുടെ ആത്മീയ നിലവാരം വർദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവദിനത്തിനകത്ത് എഴുതിയിരിക്കുന്ന സ്തോത്രം നമ്മെ സ്തോത്രം ദൈവം കാണുന്നത് സ്തോത്രം എപ്പോഴും നാം വർദ്ധിക്കണം, ഉയരണമെന്ന്. സ്തോത്രം. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെ നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ ഉപദേഷ്ടക്കന്മാരാകേണ്ടവരാ, പക്ഷെ ഇപ്പോഴും നിങ്ങൾ ആ ലെവലിൽ എത്തിയിട്ടില്ല. അപ്പോൾ വർധനവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഭക്തനെ അവിടെ നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആത്മീയ വർധനവ്, ഭൗതിക വർധനവ്, ശാരീരിക വർധനവ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം സ്തോത്രം ദൈവം അവനെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞാനിവിടെ പറവാനായിട്ട് ആഗ്രഹിച്ചത്. സ്തോത്രം. ഒന്നുകൂടെ സങ്കീർത്തനത്തിലേക്ക് സ്തോത്രം നമുക്ക് കണ്ണോടിച്ച ശേഷം നമുക്ക് പ്രാർത്ഥിക്കുവാനിടയായിത്തീരും. അപ്പോൾ 115 സങ്കീർത്തനത്തിനകത്ത് സ്തോത്രം ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം സ്തോത്ര സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവം അവനെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹം എന്നുള്ളത് നമ്മുടെ വർധനവിന് കാരണമാണ്. പുതിയ നിയമസഭയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന കേവലം 120 പേർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച ഒരു ചെറിയ കൂട്ടായ്മ. പക്ഷേ പിന്നീട് അത് 3000-ഉം 5000-ഉം ശിഷ്യന്മാർ പെരുകി എന്ന വചനമൊക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നോക്കണം, ആ വർധനവ്, ആ മുമ്പോട്ടുള്ള ആ വർധനവ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് വന്ന സ്തോത്രം 5 അപ്പവും 2 മീനും സ്തോത്രം 5000 പുരുഷന്മാർ മാത്രം, പുരുഷന്മാരുടെ എണ്ണമേ പറഞ്ഞിട്ടുള്ളൂ. സ്തോത്രം. സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടി എത്രയോ അധികമാണ്. അവർക്കെല്ലാം കഴിച്ച് സ്തോത്രം ഹല്ലേലൂയ വീണ്ടും ശേഖരിക്കുവാൻ തക്കവണ്ണം കാരണമായി തീരുന്നൊരു വർധനവിനെ കുറിച്ച്. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം, ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം സ്തോത്രം ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. ആ അനുഗ്രഹം എന്നുള്ളത് മേൽക്കുമേലുള്ളൊരു വർധനവ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവിൽ പൂർണ്ണ മനസ്സോടെ ആശ്രയിക്കാം, കർത്താവിനെ മാത്രം ആശ്രയിക്കാം. തീർച്ചയായിട്ടും അവൻ അനുഗ്രഹിക്കും. ആ അനുഗ്രഹത്തിനകത്താണ് നമ്മുടെ വർധനവുള്ളത്. നമ്മുടെ സാഹചര്യം എങ്ങനെയായാലും സ്തോത്രം നമ്മൾ നിൽക്കുന്നത് എവിടെയായാലും അതൊരു പ്രശ്നമല്ല. ദൈവാനുഗ്രഹത്തിലാണോ നാം എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ആ അനുഗ്രഹത്തിലാണെങ്കിൽ സ്തോത്രം കർത്താവിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ വർധനവ് അത് ഓട്ടോമാറ്റിക്കായി വന്നോളും. അതിന് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യകതയില്ല. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, 115 സങ്കീർത്തനത്തിൻ്റെ 2-3 പദങ്ങൾ മാത്രം ഞങ്ങൾ എടുത്ത് ഈ പകൽക്കാലം ധ്യാന ചിന്തയിൽ വന്നു. ആശ്രയിക്കുന്നവനെ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹത്തിനകത്ത് വർധനവുണ്ടെന്നും അങ്ങ് ആ വർധനവ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നും ഞങ്ങളെ കേൾപ്പിച്ചത് ഓർത്ത് സ്തോത്രം. ആ വചനം വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളെ കർത്താവെ ആശ്രയിക്കുന്ന ഞങ്ങളെ ഹല്ലേലൂയ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്ത് കർത്താവെ ഹല്ലേലൂയ ഭൂമിയിൽ ശ്രേഷ്ഠരാക്കി നിർത്തുവാൻ അങ്ങേക്ക് ഹിതമുണ്ട് എന്നുള്ളതുകൊണ്ട് സ്തോത്രം. ജനത്തെ വചനം വെച്ച് അനുഗ്രഹിക്കണമേ. മഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിനം ദൈവത്തിൽ തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.